ദേശീയപാതകളിൽ ടോൾ പിരിവ് സാധാരണമാണ്. എന്നാൽ പാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കും മുമ്പേ ടോൾ ഗേറ്റ് തയ്യാറാക്കി ചുങ്കപ്പിരിവ് തുടങ്ങുമോ എന്ന ആശങ്ക കാസർഗോഡ് ജില്ലയിൽ വീണ്ടും ഉടലെടുക്കുകയാണ്. ആരിക്കാടിയിൽ ദൂരപരിധി പാലിക്കാതെയാണ് ടോൾ ഗേറ്റ് പ്രവർത്തനം ആരംഭിച്ചതും പിന്നീട് പൂട്ടേണ്ടി വന്നതും. ഇപ്പോൾ ദേശീയപാത 66 ചെങ്കള നീലേശ്വരം 2ാം റീച്ചിലെ ചാലിങ്കാലിൽ ടോൾ പിരിവിനായുള്ള ഒരുക്കങ്ങളുമായി അധികൃതർ മുന്നോട്ട് പോവുകയാണ്. സർവീസ് റോഡ് ഉൾപ്പെടെ നിർമ്മാണം പൂർത്തിയാകും മുമ്പെയാണ് ടോൾ ഗേറ്റ് പ്രവൃത്തി അതിവേഗം പുരോഗമിക്കുന്നത്. കാസർഗോഡ് നിന്ന് പ്രദീപ് നാരായൺ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ദേശീയപാത 66 ചെങ്കള നീലേശ്വരം 2ാം റീച്ചിലാണ് കാസർഗോഡ് ജില്ലയിലെ ടോൾ പ്ലാസ വരുന്നത്. ചാലിങ്കാൽ മുട്ടയിൽ ടോൾ പ്ലാസയുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. സർവീസ് റോഡ് പോലുമില്ലാതെ എങ്ങനെയാണ് ടോൾ പിരിവ് എന്നത് സംബന്ധിച്ച് നാട്ടുകാരിലും ആശങ്കയുണ്ട്. ദേശീയപാതയിലെ ടോൾ ഗേറ്റുകൾ പലപ്പോഴും ജനകീയ പ്രതിഷേധങ്ങൾക്ക് വേദിയായിട്ടുണ്ട്. കാസർഗോഡ് കുമ്പള ആരിക്കാടിയിൽ ദൂരപരിധി പാലിക്കാതെയുള്ള ടോൾ ഗേറ്റ് പ്രവർത്തനം സമരവേലിയേറ്റങ്ങൾക്കൊടുവിലാണ് അവസാനിപ്പിച്ചത്. ഒരു ടോളിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ദൂരപരിധിയൊക്കെ കൃത്യമാണെങ്കിലും ആ ടോൾ ഗേറ്റ് പ്രവർത്തനം തുടങ്ങുന്നത് ദേശീയപാതയുടെ പണി മുഴുവനായും തീർത്തിട്ടായിരിക്കണമെന്നാണ്. എന്നാൽ കാസർഗോഡ് ചാലുംകാലിൽ ദേശീയപാത 66 ത്വരിതഗതിയിൽ പുരോഗമിക്കുന്ന ടോൾ ഗേറ്റ് ചില ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. ദേശീയപാതയിൽ മികച്ച യാത്രാ സൗകര്യമാണ് ഉണ്ടാകേണ്ടതെന്നിരിക്കെ സർവീസ് റോഡ് പോലും മുഴുവനായും പൂർത്തീകരിക്കാതെയാണ് ടോൾ പിരിവ് ഉടൻ എന്ന സൂചനകൾ വരുന്നത്. സർവീസ് റോഡ്, മഴവെള്ളം കൃത്യമായി ഒഴുകിപ്പോകാനുള്ള ഓവുചാൽ എന്നിങ്ങനെ അനുബന്ധ സൗകര്യങ്ങളൊന്നും ചാലിങ്കാലിൽ പണിതീർത്തിട്ടുള്ള ടോളിന് സമീപത്ത് പോലുമായിട്ടില്ല. പെട്ടെന്നാണ് ഇവർ ഈ ടോൾ പ്ലാസ തുറക്കുന്നത് പറഞ്ഞിട്ട് സർവീസ് റോഡില്ല, നടന്നു പോകേണ്ട വഴിയില്ല. ഈ ഓവുചാലിൻ്റെ തന്നെ സ്ലേവ് ഇവർ നേരെ നോക്കുന്നില്ല. നടന്നു പോകുന്ന വഹിക്കുന്നതിനേക്കും പെട്ടെന്ന് ഒരു സ്ലേവ് കട്ടാക്കിയിട്ടില്ലത്. 1 കിലോമീറ്റർ ദൂരം പരിധിയുള്ളവർക്കെല്ലാം ഇവിടെ പാസ് കൊടുക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. അതിനെപ്പറ്റി യാതൊരു ധാരണയോ കാര്യങ്ങളോ ഇതുവരെ ഇവരുണ്ടാക്കിയിട്ടൊന്നുമില്ല. ഇപ്പോഴും ദേശീയപാത 2ാം റീച്ചിലാണ് പലയിടത്തും റോഡ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നത്. പ്രധാന പാത പോയിട്ട് സർവീസ് റോഡ് പോലും മിക്കയിടങ്ങളിലുമായിട്ടില്ല. അങ്ങനെയൊരു ഘട്ടത്തിലാണ് ടോൾ ഗേറ്റ് നിർമ്മാണത്തിന് വേഗം കൈവന്നിട്ടുള്ളത്. ടോളിന് മീറ്ററുകൾക്കപ്പുറം എത്തുമ്പോൾ തന്നെ സർവീസ് റോഡുകൾ അവസാനിക്കും വിധമാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ. അങ്ങനെ വന്നാൽ കുമ്പള ആരിക്കാടിലെ സമാനമായി ഇവിടെയും സമീപ പ്രദേശങ്ങളിലേക്ക് പോകാൻ പോലും ടോൾ കടക്കേണ്ട സാഹചര്യം ഉണ്ടാകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ദേശീയപാതയ്ക്ക് ഇരുവശവുമായി 200-ലേറെ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവരുടെ വീടുകളിലേക്കുള്ള വഴി പോലും കെട്ടിയടക്കപ്പെടുന്ന സ്ഥിതിയാണ് നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങളെന്നും കരാർ കമ്പനി പ്രതിനിധികളോട് സംസാരിച്ചാൽ അവർക്ക് വ്യക്തമായ മറുപടി നൽകാൻ സാധിക്കുന്നില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. ടോൾ പ്ലാസ പിരിക്കുന്നതിന് മുമ്പ് നാട്ടുകാരുടെ ആശങ്ക ഇല്ലാതാക്കണം. നാട്ടുകാർ ഇതുവരെ അവർ വിശ്വാസത്തിലെടുത്തില്ല. എന്ത് പ്രവൃത്തിയാണ് ഈ ചാലിങ്കാലിൽ നടത്തുന്നതെന്ന് പറഞ്ഞാൽ അവരോട് ചോദിച്ചാൽ അവന് മറുപടിയില്ല. ഇറങ്ങിയാൽ പോലും ഇങ്ങോട്ട് പോകാൻ വഴിയില്ല. വഴി കംപ്ലീറ്റ് ആയിട്ട് അടച്ചിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ ഇവരിപ്പോൾ ആകെ കാണിക്കുന്ന ധൃതി ഈ ടോൾ പിരിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാൻ വേണ്ടിയാണ്. ക്യാമറയും സ്കാനറും ഉൾപ്പെടെ ടോൾ പ്ലാസയുടെ അനുബന്ധ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. 6 വരിയിൽ ട്രാക്കുകളും തയ്യാറായി. ജൂൺ മാസത്തിൽ തന്നെ ടോൾ പിരിവ് ആരംഭിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കും മുൻപേ തിടുക്കപ്പെട്ടുള്ള ടോൾ പ്ലാസയുടെ പ്രവൃത്തി നടക്കുന്നതെന്നും നാട്ടുകാർ സംശയിക്കുന്നുണ്ട്. മെച്ചപ്പെട്ട യാത്രാ സൗകര്യം ഒരുക്കാതെയുള്ള ടോൾ പിരിവ് അനുവദിക്കില്ലെന്ന നിലപാടിലാണ് പ്രദേശവാസികൾ. മതിയായ മുന്നൊരുക്കങ്ങളില്ലാതെ കുമ്പള ആരിക്കാടിയിൽ ടോൾ പ്ലാസ ആരംഭിച്ചതിൻ്റെ ദുരിതവും പ്രയാസങ്ങളും നാം കണ്ടതാണ്. ദൂരപരിധി പാലിച്ചിട്ടാണെങ്കിൽ കൂടിയും ചാലിങ്കാൽ മുട്ടയിൽ ടോൾ പ്ലാസ നിർമ്മാണം പുരോഗമിക്കുമ്പോൾ അതിൻ്റെ ഇരുവശങ്ങളുമായി താമസിക്കുന്ന 200ഓളം കുടുംബങ്ങളാണ് ഇപ്പോൾ ആശങ്കയിലായിട്ടുള്ളത്. അവർക്ക് മതിയായ യാത്രാ സൗകര്യം പോലും ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ല. ഇതിനാണ് അധികൃതർ പരിഹാരം കാണേണ്ടത്. ചാലിങ്കാൽ മുട്ടയിൽ നിന്നും ക്യാമറമാൻ വിജേഷിനൊപ്പം പ്രദീപ് നാരായണൻ, 24. പൊതുജനം കഴുതയല്ല സാർ. പണിത് തീരും മുമ്പേ പിരിക്കാനുള്ള തിടുക്കമാണ്. മലപ്പുറത്ത് കൂരിയാട് തകർന്ന് പൊളിഞ്ഞു വീണ പാതയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇപ്പോഴും ടോൾ പിരിവ് നടക്കുന്നുണ്ട്. അപ്പുറത്തെ ഈ കാസർഗോഡേക്ക് വന്നാൽ വീരമലക്കുന്ന് അടുത്ത മഴയ്ക്ക് നിലം പതിക്കുമോ, മണ്ണിടിഞ്ഞു വരുമോ എന്ന ആശങ്ക അവിടെ ബാക്കി നിൽക്കുകയാണ്. അവിടുത്തെ മണ്ണെടുത്ത് സുരക്ഷിതമാക്കാൻ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. പക്ഷേ പിരിക്കാനുള്ള ടോൾ ബൂത്ത് തയ്യാറാണ്. ഇനിയും ഒരു കോടതി ഇടപെടൽ, ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായെങ്കിൽ മാത്രമേ ചിലപ്പോൾ അവിടെയും കാര്യങ്ങൾ നന്നാകൂ എന്ന അവസ്ഥയാണ്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.